മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണമെന്ന് KCBC. പരിസ്ഥിതി ലോല മേഖലകളെ സംബന്ധിച്ച് ജൂലൈ 27 പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജനവാസ മേഖലകളും കൃഷിഭൂമിയും പൂർണ്ണമായി ഒഴിവാക്കാനും റവന്യൂ വില്ലേജുകൾ കൃത്യമായി തരംതിരിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് KCBC. പ്രകൃതി ദുരന്തത്തിൽ അകപ്പെടുന്നവരെ സഹായിക്കാൻ സഭ പ്രതിജ്ഞാബദ്ധമാണെന്നും കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ വെച്ച് നടന്ന KCBC സമ്മേളനം വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച് പശ്ചിമഘട്ട വിഷയത്തിൽ കേരള സമൂഹത്തിന് ആശ്വാസം നൽകുന്ന ശാശ്വത പരിഹാരം ഉടൻ കണ്ടെത്തണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസന അംഗമായ ഫാദർ PT ജോർജ്, പത്തനംതിട്ട ഭദ്രാസന അംഗമായ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ, ബത്തേരി ഭദ്രാസന അംഗമായ ഫാദർ ഡോക്ടർ ലൂയിസ് ചെറുവിള പുത്തൻവീട് എന്നിവരെ ഓഗസ്റ്റ് 13 കോർ എപ്പിസ്കോപ്പ പദവിയിലേക്ക് ഉയർത്തി. പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസേലിയസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാന മധ്യയായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നത്. അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്ത, അഭിവന്യ സാമുവൽ മാർ ഐറേനിയൂസ് മെത്രാപ്പോലിത്ത, അഭിവന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പോലിത്ത, അഭിവന്യ യൂഹാനോൻ മാർ തേഡേഷ്യസ് മെത്രാപ്പോലിത്ത, അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലിത്ത, അഭിവന്യ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് എപ്പിസ്കോപ്പ, അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, അഭിവന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ, അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത, അഭിവന്യ ജോഷോ മാർ ഇഗ്നാത്യൂസ് മെത്രാപ്പോലിത്ത എന്നിവർ സന്നിഹിതരായിരുന്നു. സ്നേഹഭവനം കൈമാറി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസേലിയസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവായുടെ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ 6 വീടുകൾ കൂടി നിർമ്മിച്ചു സമർപ്പിച്ചു. തിരുവനന്തപുരം വേറ്റനാട് മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്ററിന് സമീപമുള്ള മലങ്കര ഹിൽസിൽ നിർമ്മിച്ച ഭവനങ്ങളുടെ ആശീർവാദ കർമ്മവും സമർപ്പണവും അത്യഭിവന്യ കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഓഗസ്റ്റ് 12 നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ അഭിവന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ, CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം, മുൻ DGP ശ്രീ ജേക്കബ് പുന്നൂസ്, മേജർ അതിഭദ്രാസന പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ K എബ്രഹാം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സാമൂഹിക സഭാ നേതാക്കളും വൈദികരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. MCMF സഭാതല ദിനാഘോഷം നടത്തപ്പെട്ടു. MCMF സഭാതല ദിനാഘോഷം തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 9 ജനനി 2K26 എന്ന പേരിൽ തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. MCMF സഭാതല പ്രസിഡന്റ് ശ്രീമതി ഷീജ എബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസേലിയസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. MCMF ചെയർമാൻ അഭിവന്യ യൂഹാനോൻ മാർ തേഡേഷ്യസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നൽകി. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ അഭിവന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ, സഭാതല ഡയറക്ടർ ഫാദർ മാത്യു അറയ്ക്കൽ, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന വികാരി ജനറൽ ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് കോർ എപ്പിസ്കോപ്പ, ഡയറക്ടർ ഫാദർ തോമസ് മരോട്ടിമൂട്ടിൽ, പ്രസിഡന്റ് ശ്രീമതി അനിത അലക്സ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സഭാ പ്രതിസന്ധികളും സ്ത്രീ നേതൃത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി KCBC വിമൻസ് കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഡോക്ടർ ജിബി ഗീവർഗീസ് ക്ലാസ് നയിച്ചു. തുടർന്ന് മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന അത്യഭിവന്യ കാതോലിക്ക ബാവായ്ക്ക് 25 ബൈബിൾ ഉപഹാരമായി നൽകി. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി 50ഓളം MCMF ഭാരവാഹികൾ സഭാതല ദിനാഘോഷത്തിൽ പങ്കെടുത്തു. മിഷണറി ഡിസൈപ്പിൾസ് പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തപ്പെട്ടു. സിനഡൽ കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷന്റെ നേതൃത്വത്തിൽ മിഷണറി ഡിസൈപ്പിൾസ് പ്രാർത്ഥനാ കൂട്ടായ്മ ഓഗസ്റ്റ് 8, 9 എന്നീ തീയതികളിൽ കാതോലിക്കേറ്റ് സെന്റർ വെച്ച് നടത്തപ്പെട്ടു. കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, കമ്മീഷൻ സെക്രട്ടറി സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM,
മിഷണറി ഡിസൈപ്പിൾസ് കോർഡിനേറ്റർ ഫാദർ മാത്യു നെരിയാട്ടിൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി 20 യുവജനങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തു. കൂദാശ ചെയ്തു. തിരുവനന്തപുരം മേദ്രതി ഭദ്രാസനത്തിലെ കഴക്കൂട്ടം വൈദിക ജില്ലയിലെ ആറ്റിങ്ങൽ മർത്തമറിയം മാലാഖമാരുടെ രാജ്ഞി ദേവാലയത്തിന്റെ കൂദാശ ഓഗസ്റ്റ് 8 നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേദ്രതി ഭദ്രാസന അധ്യക്ഷനുമായ മോറാൻ മോർ ബെസേലിയസ് കർദിനാൾ ക്ലീനിസ് കാതോലിക്ക ബാവ കൂദാശ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ ശുശ്രൂഷകളിൽ സഹകാർമ്മികനായിരുന്നു. തിരുവനന്തപുരം മേദ്രതി ഭദ്രാസന വികാരി ജനറൽ ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് കോറെപ്പിസ്കോപ്പ, ഫാദർ തോമസ് കയ്യാലയ്ക്കൽ, ആറ്റിങ്ങൽ ഇടവക വികാരി ഫാദർ വിൽസൺ തട്ടാരുതുണ്ടിൽ, മറ്റു വൈദികർ, സന്യസ്തർ, ജനപ്രതിനിധികൾ, ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. നിര്യാതനായി. ബത്തേരി ഭദ്രാസനത്തിലെ ഫാദർ തോമസ് ചരുവുപുരയിടം കോറെപ്പിസ്കോപ്പ ഓഗസ്റ്റ് 8 നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ഓഗസ്റ്റ് 10 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബെസേലിയസ് കർദിനാൾ ക്ലീനിസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ബത്തേരി ഭദ്രാസന അധ്യക്ഷനായ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത, പുത്തൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാർ മക്കാരിയോസ് മെത്രാപ്പൊലീത്ത എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും കണ്ണൂർ കേളകം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഏവർക്കും സ്വർഗാരോപണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകൾ.